സ്നേഹമുള്ളവരെ, ജൂബിലി വർഷത്തിലെ മനോഹരമായ നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ഓരോരുത്തരും. വർത്തമാനത്തിലെ പല വാർത്തകളും നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. നോമ്പ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരാൾ പറയുന്നത് കേട്ടു, നോമ്പൊക്കെ വരികയല്ലേ, ഡയറ്റൊക്കെ ചെയ്ത് ശരീരമൊക്കെ ഒന്ന് ഫിറ്റ് ആക്കണം. നോമ്പിലെ ഉപവാസത്തെക്കുറിച്ച് നടത്തിയ ഒരു കമന്റാണ്. ഫാസ്റ്റിങ്ങും ഡയറ്റിങ്ങും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നോമ്പ് കാലത്ത് നമ്മൾ നടത്തുന്ന പല തീർത്ഥയാത്രകളും ഇന്ന് വിനോദയാത്രകളായിട്ട് മാറുന്നില്ലേ? വളരെ ചിലവ് കുറച്ച് നമ്മൾ സ്വരുക്കൂട്ടുന്ന സമ്പാദ്യങ്ങൾ ദാനധർമ്മത്തിലേക്ക് നീളാതെയാകുമ്പോൾ ഈസ്റ്ററിനുള്ള സേവിങ് ആയിട്ട് അത് മാറുന്നില്ലേ? കാലത്തിന്റെ കുത്തൊഴുക്കില് നമുക്ക് കൈമോശം വന്ന ചെറിയ അറിവ്. നോമ്പിന്റെ ചില നോവുകളെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഇന്ന് തയ്യാറല്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും നെഞ്ചത്തിടിച്ച് പറയേണ്ടിയിരിക്കുന്നു, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. പണ്ട് ഇടവകയിലെ ജനങ്ങൾ നഗ്നപാതരായി ഇടവകയിലേക്ക് നടന്നു വന്ന് കുരിശിന്റെ വഴിയിൽ പങ്കെടുത്ത് വിശുദ്ധ കുംഭസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ച് മലയാറ്റൂർ മല ചവിട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നോമ്പിന്റെ നോവുകളെ സ്വീകരിക്കുവാനായിട്ട് വൈമനസ്യം കാണിക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറിയിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഡയറ്റിങ്ങിനെ ഫാസ്റ്റിങ്ങും വിനോദയാത്രയെ തീർത്ഥയാത്രയും നമ്മുടെ ചെറിയ സേവിങ്ങുകളെ ദാനധർമ്മവുമാക്കി മാറ്റുന്നത് നമ്മൾ എടുക്കുന്ന ചെറിയ നോവുകളാണ്. പ്രിയമുള്ളവരെ, നോവുള്ള നോമ്പാണ് കാമ്പുള്ള നോമ്പായിട്ട് മാറുക. നോമ്പിന്റെ നോവുകളെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. അങ്ങനെ കാമ്പുള്ള ഒരു നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ല നോമ്പുകാലം ആശംസിക്കുന്നു.